ഇവരുടെ മുജാഹിദ് സെന്റർ പ്രസിദ്ധീകരിക്കുന്ന ഒരു ബുക്കാണിത്. ഈ ബുക്കിൽ ഞാൻ നല്ല രസം കാണിച്ചു തരാൻ പോവാണ്. കേരള പ്രസാധകർ കേരള നദുവത്തുൽ മുജാഹിദീൻ, അള്ളാഹുവിന്റെ ഔലിയാക്കുന്ന പേര്, കുഞ്ഞീദ് മദനിയ പ്രസിദ്ധീകരിക്കുന്നത്. ഇത് എഴുതിയത് ഇത് 982 അച്ചടിച്ചതാ, പൊതുവല്ല 82. ഈ ബുക്കിൽ ഇവരെന്ത് പറഞ്ഞു എന്നറിയോ? ഒന്ന് കേട്ടോളി, നല്ല രസമുണ്ട്. ഇതിൽ ഇവർ പറഞ്ഞു, മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായാർത്ഥന നടത്തുന്നത് ശിർക്കാണ്, ബഹുദൈവാരാധനയാണ്. മനുഷ്യ കഴിവിന് അപ്പുറമുള്ളത് ജീവിച്ചിരിക്കുന്നവരോടും ചോദിച്ചൂടാ, മരിച്ചവരോടും ചോദിച്ചൂടാ. 82 കേരള നദുവത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച ബുക്ക്. ഇപ്പോ മൗലവിമാര് യോഗം ചേർന്ന് തീരുമാനിച്ച് നമുക്ക് ജിന്നുകളെ വിളിക്കണോ, ശൈത്താൻ സഹായിക്കും, പുതിയ കണ്ടുപിടുത്താൻ. അപ്പൊ ശൈത്താനും ജിന്നും സഹായിക്കുമ്പോൾ അവരെ വിളിക്കണ്ടേ? അപ്പൊ പുതിയ യോഗം ചേർന്നിട്ട് ഇവരെന്ത് തീരുമാനിച്ചറിയോ? മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ അല്ലാത്തവരോട് സഹായം ചോദിച്ചാൽ ശിർക്കാണെന്നല്ലോ, അത് നമ്മൾ പിൻവലിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ശിർക്ക് പിൻവലിച്ചതിന് ശേഷം മുജാഹിദിന്റെ നേതാവിന്റെ പ്രസംഗം ഒന്ന് കേട്ടോളൂ നിങ്ങൾ. എന്നാൽ ഈ സുല്ലമി പറയുന്നു, മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്ത ആരോട് സഹായം തേടിയാലും ശിർക്കാണ്. അപ്പോ നമുക്ക് വലിയൊരു മരം വലിക്കണം, മനുഷ്യന്മാരെ കൊണ്ട് വലിച്ചാക്കാവൂല. അപ്പൊ നമ്മളൊരു ആനയെ കൊണ്ടുവന്നു, അതോടുകൂടി സുല്ലമിന്റെ കണക്കനുസരിച്ച് ശിർക്കായി. കാരണം മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ ആനയോട് സഹായം തേടിയില്ലേ? അതുപോലെ തന്നെ ഒരു കളവ് തെളിയിക്കാൻ എല്ലാ നിലക്കും ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. അപ്പോ CIയും SI ഒക്കെ കൂടി ഒരു പോലീസ് നായയെ കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ പോലീസ് നായയുടെ സഹായം തേടി മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ള കാര്യത്തിൽ അപ്പൊ ശിർക്കായി. ഉളുപ്പുണ്ടോ മടവൂരികളെ നിങ്ങൾക്ക്? ഇയാൾ പറയുന്ന വിടുവായുത്തങ്ങൾ വലിയ കാര്യമായിട്ട് അദ്ദേഹത്തിന്റെ മൈക്കകളുണ്ട് കുറെ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ പറയുന്ന മൈക്കകൾ, ആ മൈക്കകൾ ഇങ്ങനെ കേരളം മുഴുവൻ കൊട്ടിഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കേട്ടോ, ഇപ്പൊ അത് മടവൂരികളെ വാദമായിട്ട് ഉന്നയിക്കുകയാണ്. അത് മടവൂരി 82 മടവൂരി ഉണ്ടോ? 1982 നിങ്ങളെ കേരള നദുവത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച ബുക്കല്ലേ ഇത്? മടവൂരി ഉണ്ടായിപ്പോ അടുത്തല്ലേ? ഇത് മടവൂരിയല്ല, നിങ്ങളെ ഫീസൂരിയതാ, മടവൂരിയല്ല. എന്നിട്ട് മടവൂരിക്ക് ഉളുപ്പുണ്ടോന്ന് ചോദിക്കട്ടെ ആരോടാ? മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങള് അള്ളാഹിനോടല്ല സഹായം ചോദിച്ച ശിർക്കാണ് തന്നെ മൗലവിമാര്. ഇപ്പൊ പറയാം ആനേനെ വിളിച്ചൂടെ, നായനെ വിളിച്ചൂടെ. ആരെയാ വിളിച്ചൂടാത്തത്? റസൂൽ സല്ലല്ലാഹു അലൈഹി നിങ്ങൾ സഹായിക്കൂന്ന് വിശ്വസിച്ചൂടാ, അമ്പിയാക്കളെ വലിയാക്കൾ സഹായിക്കൂന്ന് വിശ്വസിച്ചൂടാ. രോഗം എവിടെയാണ്? രോഗം റസൂലുള്ളാഹിനോടുള്ള വിരോധമാണ്, അമ്പിയാക്കളോടുള്ള വിരോധമാണ്, ഔലിയാക്കളോടുള്ള വിരോധമാണ്, യഹൂദികളെ തൃപ്തിപ്പെടുത്താനുള്ള പരിപാടിയാണ്. മുസ്ലിമീങ്ങളെ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അല്ലെങ്കിൽ പറയട്ടെ, ഇങ്ങനെ എഴുതിയിട്ടില്ല എന്ന് പറയട്ടെ. ഇപ്പത് മടവൂരിന്റെ വാദാണെന്നാണോ പറയുന്നത്?